ഇതുപോലെ എടുക്കുക. അതിന് ശേഷം ഇപ്പൊ ഞാൻ ത്രെഡ് ഇതുപോലെ പിടിക്കണം കേട്ടോ. നമ്മളിവിടെ പിടിച്ചതിന് ശേഷം ഈ ഒരു കൊളത്ത് കൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക്, എന്നിട്ട് നമ്മൾ ഇവിടെ ആ ഒരു ത്രെഡിനെ, അതായത് അടിയിൽ നമ്മൾ വെച്ച് കൊടുത്ത ത്രെഡ് ഇവിടെ കുത്തി ത്രെഡ് അടിയിൽ വെച്ചിട്ട് അതിന് ശേഷം നമ്മളെ സൈഡിലേക്ക് നീഡിൽ തിരിക്കുക. ജസ്റ്റ് ഞാൻ കണ്ട തിരിച്ച് പൊക്കിയെടുക്കുക. ഒരു ചെയിന് വന്നു. ഓക്കെ, വീണ്ടും കുത്തുക. ശേഷം നമ്മൾ ഈ ഒരു നീഡിലിന്റെ കൊളത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അപ്പൊ ഈ ഒരു ത്രെഡിനെ ഇതുപോലെ കൊളത്തി കൊടുക്കുക. ഇതുപോലെ കൊളത്തുക. അതിന് ശേഷം കൊളത്തിയിട്ട് നമ്മൾ ഇവിടെ കണ്ട ചെയിൻ, രണ്ടാമത്തെ ചെയിൻ വന്നിക്കണേ. ഇപ്പൊ ഇങ്ങനെ നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ചെയിൻ എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ എടുത്തു കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇനി അടുത്തത് നമ്മൾ വീണ്ടും കുത്തുക. നിങ്ങൾ ചെയ്യുമ്പോൾ ചെയിന് വലുതാക്കി തന്നെ ചെയ്യാട്ടോ. ശേഷം അതാ ഇതുപോലെ ചുറ്റി കൊടുക്കുക. ചുറ്റിയിട്ട് നമ്മൾ കൊളത്തിയിട്ട് കണ്ട കൊളത്തിയിട്ട് നീഡിലെ നമ്മളെ സൈഡിലേക്ക് ആക്കിയിട്ടാണ് പൊന്തിച്ചെടുക്കുന്നത്. ഓക്കെ, വീണ്ടും കൊളത്തുക, ചുറ്റി കൊടുക്കുക. ചുറ്റിയതിന് ശേഷം നമ്മൾ നീഡിൽ കണ്ട തിരിച്ചിട്ടാണ് നമ്മൾ പൊക്കിയെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ ഒരു നമ്മൾ കൊളത്തുമ്പോ തന്നെ കണ്ട ഇവിടെ ഒരു ഹോള് വീഴും. ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കാട്ടോ. കണ്ട ഒരു ചെറിയ ഹോള് വീഴുന്നത് കണ്ട. ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെ കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ത്രെഡ് നീഡിൽ ഇങ്ങനെ തിരിച്ചിട്ട് മെല്ലെ പൊക്കിയെടുക്കുന്നത്. അപ്പൊ ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ചെയിൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ കണ്ട ഈ ഒരു ത്രെഡ് പിന്നെ നമ്മുടെ ഈ ഒരു ക്ലോത്തിന്റെ ത്രെഡ് മേലാവും കൊളത്തിയിരിക്കുക. അപ്പൊ അത് തുണി കീറി പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ വീണ്ടും ഇതുപോലെ നിങ്ങൾ വലിയ ചെയിൻ ആക്കി എടുക്കുക. ശേഷം കുത്തി കൊടുക്കുക. വീണ്ടും ഇതുപോലെ കൊളത്തി അതിന് ശേഷം നീഡിൽ കണ്ട തിരിച്ചിട്ട് മെല്ലെ തിരിച്ച് പൊക്കിയെടുക്കുക. ഓക്കെ, വീണ്ടും കുത്തുക. അതിനുശേഷം ചുറ്റി കൊടുക്കുക. ഇതിങ്ങനെ പിടിക്കണം കേട്ടോ നമ്മള് ചുറ്റുക. അതിന് ശേഷം നീഡിലൊന്ന് തിരിച്ചിട്ട് പൊക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ ചെയ്യുക. അടിയിൽ കൊളത്തി കൊടുത്തതിന് ശേഷം നീഡിലൊന്ന് തിരിച്ചിട്ട് വേണം പൊക്കിയെടുക്കാൻ. ഓക്കെ, കുത്തി കൊടുത്തു. ഇവിടെ നമ്മൾ കൊളത്തി കൊടുത്തു. ശേഷം ആ കൊളത്തുമെന്ന് നമ്മളെ ത്രെഡ് ഊരി പോരുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാത്തത്. അപ്പൊ നമ്മൾ നല്ലപോലെ കൊളത്തി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നീഡിൽ തിരിച്ച് പൊക്കിയെടുക്കുക. ഒന്നും കൂടി കൊളത്തി അടിയിൽ ഞാൻ ഇതാട്ടോ കൊളത്തി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലെ കൊളത്തി കൊടുത്തു. നീഡിൽ തിരിച്ചിട്ട് പൊക്കിയെടുക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ പഠിച്ച എൻഡ് നോട്ട് എന്ന് പറയുന്നത് ഇതിന്റെ അടിയിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു രണ്ട് ത്രെഡും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഈ ഒരു രണ്ട് ത്രെഡും ഒരുമിച്ചിട്ട് നമ്മൾ അടിയിലേക്ക് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് സെന്റർ കട്ട് ചെയ്യുക. ശേഷം ഒരുമിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും തമ്മിൽ കെട്ടിട്ടതിന് ശേഷമാണ് മറ്റേ ത്രെഡ് പോലും കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഈ ഒരു ത്രെഡ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഈ ഒരു ത്രെഡ് അതുപോലും നമ്മൾ ഇവിടെ കെട്ടിട്ടതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ കേട്ടോ. അപ്പൊ ഞാനത് ക്ലിയർ ആക്കി തരാം. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, താങ്ക് യു.